എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏത് ലെസണാണ് പഠിച്ചുകൊണ്ടിരുന്നത്? സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. അപ്പം അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് ഫ്രാക്ഷൻ സ്ക്വയേഴ്സ്. ഫ്രാക്ഷൻ സ്ക്വയേഴ്സ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഫ്രാക്ഷൻ്റെ സ്ക്വയർ അല്ലേ? സ്ക്വയർ ഓഫ് എ ഫ്രാക്ഷൻ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ 3/4 ഓൾ സ്ക്വയർ. അപ്പോൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വേണം അതിൻ്റെ പവർ എഴുതാൻ. അത് നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചതാണ് അല്ലേ? അല്ലെങ്കിൽ എന്താകും? 3/4 സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ സ്ക്വയർ 3ക്ക് മാത്രമേ ഉള്ളൂ, 4ന് ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ എഴുതരുത് ഒരിക്കലും. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ബ്രാക്കറ്റിൻ്റെ പുറത്തായിട്ട് വേണം ആ പവർ എഴുതാനായിട്ട്, സ്ക്വയർ 2 ഇടാനായിട്ട്. അപ്പോൾ 3/4 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താ? 3/4 ഇൻറ്റു 3/4 അല്ലേ? അതായത് 3 × 3/4 ഇൻറ്റു 4. അപ്പോൾ 3 × 3 9, 4 × 4 16 കിട്ടി. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 3/4 ഓൾ സ്ക്വയർ ഈക്വൽസ് 3 സ്ക്വയർ ബൈ 4 സ്ക്വയർ. അതായത് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3/4 × 4 9/16. ഇങ്ങനെയും എഴുതാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത്രേ ഉള്ളൂ. പേജ് നമ്പർ 84 ഇതേ മോളിൽ തന്നെ എടുക്കണം. നൗ ഡു ദീസ് പ്രോബ്ലംസ് വിതൗട്ട് പെൻ ആൻഡ് പേപ്പർ. പെന്നും പേപ്പർ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 2/3 എത്ര വരാം? അങ്ങനെ എഴുതിയിട്ട് കാണിച്ചായിരുന്നല്ലോ. 2/3 ഓൾ സ്ക്വയർ എന്ന് വരും. അതായത് 4/9 അല്ലേ? 1/5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 സ്ക്വയർ ബൈ 5 സ്ക്വയർ, അതായത് 1/25. 7/3 7 സ്ക്വയർ ബൈ 3 സ്ക്വയർ, അപ്പോൾ 49/9 അല്ലേ? നെക്സ്റ്റ് വൺ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ ആദ്യമേ നമ്മൾ അതിനെ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പഠിച്ചിട്ടില്ലേ? 1ഉം ഈ ഹോൾ നമ്പറും ഡിനോമിനേറ്ററും തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ആ പ്രോഡക്റ്റിൻ്റെ കൂടെ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് കിട്ടുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ കിട്ടും. അതായത് 1ഉം 2 കൂടി ഇൻറ്റു ചെയ്യുന്ന 1 × 2 2 + 1 3 ഡിവൈഡഡ് ബൈ, പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ എടുത്ത് എഴുതാം. ഇത് 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? 3/2 കിട്ടി. ഇനി നമുക്ക് 3/2 ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? ഹോൾ സ്ക്വയർ അതായത് 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്നാൽ 9/4. മനസ്സിലായി? അടുത്ത് വിച്ച് ഓഫ് ദ ഫ്രാക്ഷൻ ബിലോ ആർ സ്ക്വയേഴ്സ്? താഴെകളിൽ ഏതാണ് സ്ക്വയേഴ്സ്? 4/15. 4 എന്ന് പറയുന്നത് നമുക്കറിയാം 2 × 2. 15 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നെക്സ്റ്റ് വൺ 8/9. അതിന്റെ ഡിനോമിനേറ്റർ 9 എന്ന് പറയുമ്പോൾ 3 × 3 സ്ക്വയർ ആണ്, പക്ഷെ 8 അല്ല. ഇനി 16/25. 16 എന്ന് പറയുമ്പോൾ 4 × 4 ആണ്. 25 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ ആണ്, അപ്പോൾ അത് സ്ക്വയർ ആണ്. നെക്സ്റ്റ് വൺ 2 and 1/4. 2 and 1/4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ നോക്കി നോക്കാം. 2 and 1/4. 2 4 കൂടിയിട്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 2 × 4 8 + 1 9 ബൈ ഈ 4 തന്നെ എഴുതി 9/4 എന്ന് പറയുമ്പോൾ 9 3യുടെ സ്ക്വയർ ആണ്. 4 ആണെങ്കിൽ 2ൻ്റെയും സ്ക്വയർ ആണ്. അപ്പം അത് സ്ക്വയർ ആണെന്ന് മനസ്സിലായി. പിന്നെ മാറ്റാം. 4 and 1/9 എന്ന് പറയുമ്പോൾ 4 × 9 36 + 1 37/9. അപ്പം ഇത് അല്ല, ഫ്രാക്ഷൻ അല്ല, സോറി സ്ക്വയർ അല്ല. 8/18. 8ഉം സ്ക്വയർ അല്ല, 18ഉം സ്ക്വയർ അല്ല. അപ്പം അത് ആ ഫ്രാക്ഷൻ ഇസ് നോട്ട് എ സ്ക്വയർ. അപ്പം അത് മനസ്സിലായില്ലേ? ഇനി അടുത്ത ഭാഗമാണ് ഡെസിമൽ സ്ക്വയേഴ്സ്. ഇപ്പോൾ ഫ്രാക്ഷൻ സ്ക്വയർ മനസ്സിലായി, ഫ്രാക്ഷൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഡെസിമൽ സ്ക്വയർ എന്ന് പറഞ്ഞാലോ? ഡെസിമൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ അതിന് എവിടെയാണോ നോക്കിയിട്ട് എണ്ണി നോക്കിയിട്ട് ഡെസിമൽ പോയിന്റ് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. 0.5 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ വരാ?
0.5 into 0.5 അല്ലേ? അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ എന്താ ചെയ്യുക? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, പോയിന്റ് കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടിയ പ്രോഡക്റ്റിലാണ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലേ? പോയിന്റ് എവിടെ ഇടും? രണ്ടിലും കൂടിയിട്ട് 2 ഡിജിറ്റ് നീക്കിയിട്ടാണ് പോയിന്റ് എടുക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ ആൻസറിൽ മൊത്തം 2 ഡിജിറ്റ് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു അല്ലേ? ഡെസിമൽസിന്റെ ഒക്കെ പോയിന്റ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പോയിന്റ് ഇടുന്നതെന്നൊക്കെ നമുക്കറിയാം ഇല്ലേ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഡെസിമലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ആ സെയിം പേജിൽ തന്നെ ഫൈൻഡ് ഔട്ട് ദി സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. 1.2 ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ പോയിന്റ് അങ്ങോട്ട് കളയും. പോയിന്റ് കളഞ്ഞിട്ട് 12. 12ന്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കും. 12ന്റെ സ്ക്വയർ 144. 144ൽ എവിടെയാണ് പോയിന്റ് വരിക? ക്വസ്റ്റ്യനില്, അതായത് 1.2 ഇൻറ്റു 1.2 അല്ലേ? ഇങ്ങനെയല്ലേ വരിക? നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ ഇത് പഠിച്ചതല്ലേ, ഡെസിമൽസിന്റെ പവേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ രണ്ടിലും കൂടിയിട്ട് 2 ഡിജിറ്റ് നീക്കണം. 2 പ്ലേസ് നീക്കുമ്പോൾ ആൻസറിൽ എന്താ വരാ? 1, 2. ഇവിടെയാണ് പോയിന്റ് വരാം 1.44. മനസ്സിലായില്ലേ? ഈ 0.12 എന്ന് പറയുമ്പോഴോ 12 തന്നെ അല്ലേ? അപ്പോൾ ആൻസർ 144 തന്നെ വരും. പോയിന്റിലാണ് വ്യത്യാസം വരാം. അപ്പൊ പോയിന്റ് എവിടെ വരാ? 0.12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.12 ഇൻറ്റു 0.12 അല്ലേ? അപ്പൊ ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പൊ 2 കൂടി 4. നമുക്ക് ഇവിടെ ആകെ 3 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ശരിയല്ലേ? 0.013 ഹോൾ സ്ക്വയർ. 13ന്റെ അപ്പൊ എന്താ? 0.013 ഇൻറ്റു 0.013 എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അപ്പൊ 13 ഇൻറ്റു 13 കണ്ടാൽ മതി. 13 ഇൻറ്റു 13 എത്രയാ? 169 ആണ്. ഇനി രണ്ടിലും കൂടിയിട്ട് എത്ര ഡിജിറ്റ് നോക്കി? ഇതിൽ 3 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. 2, 3, 3, 6 ഡിജിറ്റ് നീക്കിയിട്ട് വേണം പോയിന്റ് ഇടാൻ. അപ്പൊ ഡിജിറ്റ് നമ്മൾ എവിടെ നിന്ന് എണ്ണണ്ടേ? അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണണം. ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണരുത്. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1, 2, 3, 4, 5, 6. മനസ്സിലായില്ലേ? 6 ഡിജിറ്റ് ഇല്ല. നമ്മുടെ ആൻസറിന് ആകെ 3 ഡിജിറ്റ് ഉള്ളൂ. 6 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു 3 0 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി താഴെ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ സ്ക്വയേഴ്സ്? താഴെ നിങ്ങളിൽ സ്ക്വയേഴ്സ് ഏതാണ്? അപ്പൊ നമ്മൾ നമ്പേഴ്സ് കാണുമ്പോഴത്തേക്കും ചാടി വീഴരുത് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ 10ന്റെ മൾട്ടിപ്പിൾസിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ആ സ്ക്വയേഴ്സിൽ സീറോകളുടെ എണ്ണത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? സ്ക്വയേഴ്സിൽ സീറോകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസ് ഇസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ അല്ലേ? ഒരു ഈവൻ നമ്പർ ആയിരിക്കും സീറോകളുടെ എണ്ണം എന്ന് പറഞ്ഞ പോലെ തന്നെ പോയിന്റിന് ശേഷം കിടക്കുന്ന ഡെസിമൽസിൽ സ്ക്വയേഴ്സ് ഡെസിമൽ സ്ക്വയറിൽ പോയിന്റിന് ശേഷം കിടക്കുന്ന ഡിജിറ്റ്സ്, നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കണം. മനസ്സിലായ? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് നോക്കി 3 ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ആൻസറിൽ 6 വന്നു. 6 എന്ന് പറയുമ്പോൾ ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ചെയ്തതെല്ലാം അങ്ങനെയായിരുന്നു. പോയിന്റിന് ശേഷം വരുന്നത് അതൊരു ആ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം എന്ന് മാത്രമല്ല, പോയിന്റിന് ശേഷം കിടക്കുന്ന ആ ഡിജിറ്റിന്റെ എണ്ണം എണ്ണി നോക്കണം. എണ്ണി നോക്കിയിട്ട് അതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ അത് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ ആണോ ഡെസിമലിൽ സ്ക്വയർ ആണോ എന്നറിയാൻ 2 കാര്യങ്ങൾ നോക്കണം. നമ്പർ സ്ക്വയർ ആയിരിക്കണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം, മാത്രമല്ല പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റിന്റെ എണ്ണം എണ്ണി നോക്കണം. അപ്പൊ നോക്കിയാൽ ആദ്യത്തെ 2.5. അപ്പൊ പോയിന്റ് കളഞ്ഞ് 25 എന്ന് പറയുമ്പോൾ നമുക്ക് അത് 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അത് നമ്മൾ വിചാരിക്കും സ്ക്വയർ ആണെന്ന് വിചാരിക്കും. പക്ഷേ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റേ ഉള്ളൂ, 2.5. പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് 1 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ആണ്. അപ്പൊ അത് സ്ക്വയർ അല്ല. ഇനി 0.25 എന്ന് പറഞ്ഞാലോ? അപ്പൊ കഥ മാറി. 25 എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണ്,
പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. 2 എന്ന് പറയുമ്പോൾ അത് ഈവൻ നമ്പറാണ്. അപ്പോൾ 0.25 എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണ്. മനസ്സിലായില്ലേ ഞാൻ പറയണത്? അടുത്തത് 0.0016. അപ്പോൾ അതിൻ്റെ നമ്പർ പാർട്ട് എടുക്കുകയാണെങ്കിൽ 16 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. 4 × 4 16. ഇനി പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കിയേ? 1 2 3 4 4 ഡിജിറ്റ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ അത് ഈവൻ നമ്പർ ആണ്. അപ്പോൾ സോ ആ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. അടുത്ത് 14.4. 144 എന്ന ആ നമ്പർ സ്ക്വയർ ആണ്. പക്ഷേ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് സ്ക്വയർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 1.44. അപ്പോൾ ഓക്കെ, 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. മാത്രമല്ല 1.44 എന്ന് വന്നിരിക്കുന്നത്, അതിന് പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അതായത് ഈവൻ നമ്പറാണ് 2 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊരു സ്ക്വയർ ആണ്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രാക്ഷൻ്റെ സ്ക്വയറും ഡെസിമലിൻ്റെ സ്ക്വയറും വളരെ എളുപ്പമാണ് അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞത് നന്നായി മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ബാക്കി ഭാഗം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം.